നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDF-നും PDP ഇടതുമുന്നണിക്കും പിന്തുണ പ്രഖ്യാപിച്ചു. മണ്ഡലത്തിൽ നിർണായക വോട്ടുള്ള കാന്തപുരം AP വിഭാഗത്തിന്റെ മനസ്സ് UDF-നൊപ്പം. മുൻകാലങ്ങളിൽ LDF-നൊപ്പമായിരുന്ന കാന്തപുരം വിഭാഗം ആര്യാടൻ മുഹമ്മദിനോടുള്ള അടുപ്പവും സംസ്ഥാന സർക്കാരിന്റെ ചില പ്രവൃത്തികളിലെ അതൃപ്തിയും മൂലമാണ് UDF അനുകൂല നിലപാടെടുക്കുന്നത്. ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടന്ന സന്ദർഭത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ UDF-ലെ മുതിർന്ന നേതാക്കൾ സന്ദർശിച്ചിരുന്നു. ആര്യാടന്റെ മകനെ തള്ളിക്കളയരുത് എന്ന ആവശ്യം അന്നത്തെ സൗഹൃദ സംഭാഷണത്തിൽ അനൗപചാരികമായി ഉയർന്നുവന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മുൻകാലങ്ങളിൽ സമസ്ത AP EK വിഭാഗങ്ങൾ തർക്കമുണ്ടാകുമ്പോൾ ആര്യാടൻ മുഹമ്മദ് അനുകൂല നിലപാടെടുത്തിരുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ സഹായം നൽകിയതുമാണ് AP വിഭാഗത്തിന്റെ ആര്യാടൻ ഷൗക്കത്ത് അനുകൂല നിലപാടിന് പിന്നിൽ. മുൻ തെരഞ്ഞെടുപ്പുകളിൽ PV അൻവറായിരുന്നു ഇവർ പിന്തുണ നൽകിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഷൗക്കത്തിനാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. ഷൗക്കത്തിൽ നിന്ന് പിന്തുണയും സഹായവും തിരിച്ചു ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുക എന്നതാണ് ഇക്കാലത്തും കാന്തപുരം സ്വീകരിക്കുന്ന നിലപാട്. അതിനിടെ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. നിലമ്പൂരിൽ ഉണ്ടാകുന്നത് ഇടത് സർക്കാരിനെതിരായ വിധിയെഴുത്താകണമെന്ന പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പ് സംഘപരിവാർ സഹായ വകുപ്പായി മാറിയെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു. അതേസമയം ഇടതുമുന്നണിക്ക് നൽകുന്ന പിന്തുണ തുടരുമെന്നും PDP വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പിന്തുണ തുടരാൻ തീരുമാനിച്ചത്. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിനെ തള്ളി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ രംഗത്ത് വന്നു. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും പാർട്ടി പതാകയും ചിഹ്നവും ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുകയാണെന്നും കാണിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി മലപ്പുറം കളക്ടർക്ക് പരാതി നൽകി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയതാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും നേതാക്കളുടെ ചിത്രങ്ങളും ചിഹ്നവും പതാകയും അൻവർ ഉപയോഗിക്കുന്നത് പാർട്ടിക്ക് അവമതിപ്പും വോട്ടർമാരിൽ തെറ്റിദ്ധാരണയും ഉണ്ടാകാൻ കാരണമായെന്നും സംസ്ഥാന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം LDF-നെ തിരുത്താൻ മദ്യനിരോധന സമിതിയും പ്രചാരണ രംഗത്തുണ്ടാകും. നാടാകെ മദ്യമൊഴുകി കുടുംബം തകർക്കുന്ന LDF-നെ തിരുത്തുക എന്ന മുദ്രാവാക്യവുമായാണ് സമിതി പ്രചാരണത്തിനിറങ്ങുന്നത്. 12 മുതൽ 16 വരെ നടത്തുന്ന വാഹന പ്രചാരണ ജാഥയിൽ ഇടത് സർക്കാരിന്റെ മദ്യനയത്തെ തുറന്നു കാണിക്കുമെന്നും പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.